ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ തത്സമയം ചേരുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഇങ്ങനെ വാക്സിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാൻസറിനെതിരെ അത് വലിയ പ്രതീക്ഷ, അത് എത്രയും പെട്ടെന്ന് ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്നുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പല സംശയങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതിൽ എത്രമാത്രം ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, അതായത് ക്യാൻസർ വരാതിരിക്കാൻ ഗുണകരമാകും, അതോ ക്യാൻസർ ചികിത്സയിലാണോ ഇത് ഗുണകരമാകുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി എങ്ങനെയാണ്? അതുപോലെ തന്നെ സങ്കീർണമാണല്ലോ ക്യാൻസർ, ഒട്ടേറെ ക്യാൻസറുകൾ ഉണ്ടാവുന്നു. ഇത് എല്ലാ ക്യാൻസറുകൾക്കും കൂടി ഒറ്റ വാക്സിനാണോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടല്ലോ, അതിനുള്ള മറുപടി ഡോക്ടർ. വാക്സിൻ എന്ന് കേൾക്കുമ്പോൾ രോഗം വരാതിരിക്കുക എന്നുള്ള ആശയമാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, റഷ്യയുടെ അവകാശവാദങ്ങളെല്ലാം തന്നെ ഇത് ക്യാൻസർ വരാതിരിക്കാനുള്ള നടപടിയല്ല, മറിച്ച് ക്യാൻസർ ചികിത്സകൾ, പലതരത്തിലുള്ള ക്യാൻസർ ചികിത്സകൾ നിലവിലുണ്ട്. പല ചികിത്സകളും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു ക്യാൻസർ ചികിത്സയുടെ പേരാണ് ഈ ക്യാൻസർ വാക്സിൻ എന്നുള്ളത്. അതുകൊണ്ട് ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ അല്ല ഇത് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇനി ക്യാൻസർ വരാതിരിക്കാനുള്ള 2 വാക്സിനുകൾ നമ്മുടെ രാജ്യത്ത് സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നതുമുണ്ട്. അതിൽ 2 എണ്ണം ഉള്ളത്, ഒന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസർ ആയിട്ടുള്ള സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസർ, അത് വരാതിരിക്കാനായിട്ട് ചെറിയ കുട്ടികൾക്ക്, അതായത് 9 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 2 ഡോസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്ന് പറയും, HPV വാക്സിൻ എന്ന് പറയും. കാരണം എന്തെന്നാൽ ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു വൈറസ് മൂലമാണ്. അപ്പോൾ ഈ വൈറസ് ബാധ നമുക്ക് തടുക്കാനായി കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസറിനെ നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഈ സെർവൈക്കൽ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ വർഷങ്ങളായിട്ട് നിലവിലുണ്ട്. അത് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ക്യാൻസർ ഇല്ലാതായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ വാക്സിൻ എന്നുള്ളത് ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്ന ലിവർ ക്യാൻസറിനുള്ള ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആണ്. അത് വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻ നമ്മുടെ രാജ്യത്ത് കൊടുത്തു വരുന്നുണ്ട്. അത് എടുത്തവരിൽ ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള ലിവർ ക്യാൻസർ ഒഴിവാകും എന്ന് മാത്രം. മറ്റു കാരണങ്ങൾ കൊണ്ടും, മദ്യപാനം കൊണ്ടും അല്ലാതെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ലിവർ ക്യാൻസർ വരാം. പക്ഷെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ളത് കോടിക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ്. അതിൽ നിന്നും നിരവധി പേർക്ക് ലിവർ ക്യാൻസർ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിൻ. ഇനി വാക്സിൻ എന്നുള്ള വാക്കിന്റെ തെറ്റായ പ്രയോഗമാണ് ഈ നേരത്തെ റഷ്യൻ മീഡിയ പുറത്തുവിട്ടത്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇത് വരില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെയല്ല. ക്യാൻസർ വന്ന രോഗികളിൽ അവരുടെ ട്യൂമർ, അവരുടെ ദശകൾ പരിശോധിച്ച് ആ ദശകളിലുള്ള ചില നിയോ ആന്റിജനുകളുണ്ട്, അതായത് സാധാരണ ശരീരത്തിൽ കാണാത്ത ചില തന്മാത്രകൾ ഐഡന്റിഫൈ ചെയ്ത് ഈ തന്മാത്രകൾക്കെതിരെ നമ്മുടെ ശരീരത്തിന്റെ തന്നെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുകയാണ് ഈ നൂതന ചികിത്സാ വിധി കൊണ്ടുദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 100% എന്നുള്ള അവകാശവാദത്തിനൊന്നും യാതൊരു തെളിവുമില്ലാത്തതാണ്. ഇത് പിയർ റിവ്യൂഡ് പബ്ലിക്കേഷൻ അല്ല. റഷ്യയുടെ അവകാശവാദങ്ങൾ വെറും ഒരു അനൗൺസ്മെന്റ് മാത്രമാണ്. പക്ഷെ അതിലൊരു സംശയം ചോദിക്കട്ടെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ അത് ഇമ്മ്യൂണോ തെറാപ്പി പോലെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടല്ലോ, ക്യാൻസറിലും അത് ഫലപ്രദമാണല്ലോ, അതുമായിട്ട് താരതമ്യം ചെയ്യാമോ? അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ വാക്സിൻ എന്ന് പറയരുത് എന്ന്. അതാണോ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞതാണ് ശരി. ഇത് ഒരു ഇമ്മ്യൂണോ തെറാപ്പി തന്നെയാണ്, ഇത് വാക്സിൻ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ വാക്സിൻ. ഇനി നമ്മൾ കൂടുതൽ ആലോചിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാവുന്നത്, യെസ്, ക്യാൻസറിന്റെ തന്മാത്രകൾ എടുത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നവരിൽ ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ടാകുന്നുണ്ട്. അതായത് അവരുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് ഈ ക്യാൻസറുകളെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വാക്സിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, രോഗം വരാതിരിക്കാനാണ് കൊടുക്കുന്നത്, അല്ലാതെ വന്നതിന് ശേഷമല്ല. വന്നതിന് ശേഷമുള്ള ചികിത്സയ്ക്ക് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അത് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ അത് ഉപകരിക്കും. പക്ഷേ ഇത് ഇവിടെ റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എൻഡ്രോമിക്സ് അത് നേരത്തെ തന്നെ കൊടുക്കുന്നതാണ്. അത് പക്ഷേ ക്യാൻസർ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ട്യൂമറുകൾ വലുതാകാതിരിക്കാൻ സഹായിക്കുന്നു, അങ്ങനെ പറയാമോ? അല്ല, ഇത് ക്യാൻസർ രോഗികളിൽ നടത്തിയ പരീക്ഷണം തന്നെയാണ്, അല്ലാതെ ക്യാൻസർ വരാതിരിക്കാനല്ല റഷ്യ ഈ ചികിത്സ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അത് വ്യക്തിഗതമാണല്ലേ, വ്യക്തിഗത വാക്സിൻ എന്ന് പറയാം, പേഴ്സണലൈസ്ഡ് അല്ലേ? വാക്സിൻ എന്നുള്ളതിനേക്കാളും വ്യക്തിഗതമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നതാണ് ശരി. കസ്റ്റമൈസേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് ഇനിയിപ്പോ അങ്ങോട്ടുള്ള
ദശാബ്ദങ്ങളിൽ വരാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ പല രോഗാവസ്ഥയിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചികിത്സകളാണ് വരാൻ പോകുന്നത്. ജനിതക ഘടനയെ പറ്റിയുള്ള പഠനങ്ങളും അതുപോലെ mRNA കൊണ്ടുള്ള ടെക്നോളജി കൊണ്ടുള്ള ചികിത്സകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമുക്ക് സ്വാധീനിക്കാനുള്ള പുതിയ കഴിവുകളും എല്ലാം ഉപയോഗിച്ച് ഇനിയുള്ള പല രോഗങ്ങളും നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമ്മൾ മനൂവർ ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ തെറപ്പിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചികിത്സാ വിദ്യയാണ് ഈ പറഞ്ഞത്, അല്ലാതെ ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രതിരോധമല്ല. ഇപ്പോൾ എൻഡ്രോമിക്സ് എന്നുള്ള പേരിടുമ്പോൾ സംശയം തോന്നാം, ഇതിപ്പോൾ കുടലിനെ ബാധിക്കുന്ന വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറിനെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? ആ സംശയത്തിന് എന്താണ് മറുപടി? അങ്ങനെ സംശയിച്ചുകൂടെ? അതിന്റെ കാരണം ഇവരുപയോഗിക്കുന്ന പ്രോഡക്റ്റ്, അതായത് ഈ ക്യാൻസർ വന്നിട്ടുള്ള വ്യക്തികളിൽ നടത്തുന്ന ഒരു ചികിത്സയാണത്. ഇതിനവർ ഉപയോഗിച്ചത് 4 തരം വൈറസുകളാണ്. അതായത് ഈ ക്യാൻസർ സെല്ലുകളെ ബാധിക്കാൻ കഴിവുള്ള ഓങ്കോളിറ്റിക് വൈറസുകളുണ്ട്. അവ എൻറ്ററോ വൈറസ് ഗണത്തിൽ പെടുന്നതായതുകൊണ്ടാണ് ഇതിനെ എൻറ്ററോ മിക്സ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എൻറ്ററോ മിക്സ് എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് ഈ ഇത്തരം വൈറസുകൾ ആയതിനാലും ഇത് പരീക്ഷിക്കപ്പെടുന്നത് കുടലിന്റെ ക്യാൻസറിനായതിനാലുമാണ് ഇങ്ങനെയുള്ള ഒരു വാർത്ത, പ്രത്യേകിച്ചും മാധ്യമങ്ങളിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ശാസ്ത്രീയ പ്രസിദ്ധീകരണങ്ങളിൽ ഈ വാർത്ത വന്നിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഏതൊരു ചികിത്സയും അത് ശാസ്ത്രലോകത്തിന് മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പബ്ലിഷ് ചെയ്യുകയാണ് വേണ്ടത്. ഇവരിത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്ത് പബ്ലിക് ഡൊമൈനിൽ ആധികാരികമായിട്ടുള്ള ജേർണലിൽ പിയർ റിവ്യൂ കഴിഞ്ഞ്, അതായത് മറ്റ് ഇതേ മേഖലയിലുള്ള വ്യക്തികളുമായി സംവദിച്ചതിന് ശേഷം അവരുടെ ഫൈൻഡിങ്സ് ശരിയാണ് എന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം വേണം പബ്ലിക്കേഷൻ വരാനായിട്ട്. അങ്ങനെയുള്ള യാതൊരു പബ്ലിക്കേഷനും റഷ്യ നടത്തിയിട്ടില്ല. ഇത് വെറും ഒരു അനൗൺസ്മെന്റ് മാത്രമാണ്. അതിനത്രയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തിരുന്നാൽ മതി. പക്ഷെ അത് ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലേ അത്തരത്തിലുള്ള പബ്ലിക്കേഷൻസിലേക്ക് വരികയുള്ളൂ ഡോക്ടർ? അതോ ഇപ്പോൾ തന്നെ? അല്ല, അങ്ങനെ ആകണമെന്നില്ല. കാരണം നമ്മളിപ്പോൾ മൃഗങ്ങളിൽ നടത്തുന്ന ചെറിയ പരീക്ഷണങ്ങളിൽ പോലും അതിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് 1 ട്രയൽസ്, ഫേസ് 2 ട്രയൽസ്, ഫേസ് 3 ട്രയൽസ്, അങ്ങനെ പല സ്റ്റേജിൽ കൂടിയാണ് പല ചികിത്സകളും കടന്നു പോകുന്നത്. അതിൽ ഒടുവിലുള്ളത് ഫേസ് 3 ട്രയൽസ് ആണ്. അതായത് യഥാർത്ഥത്തിലുള്ള രോഗികളിൽ ഒഫീഷ്യലായിട്ട് നടത്തുന്ന ട്രയലിനാണ് ഫേസ് 3 ട്രയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ഇതിന്റെ എല്ലാം റിസൾട്ട്സ്, ഫേസ് 1, 2, 3 എല്ലാ റിസൾട്ട്സും ആധികാരികമായിട്ടുള്ള മെഡിക്കൽ ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പറയട്ടെ, ഇപ്പോൾ വാക്സിനുകൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കുന്നതിനും മറ്റും നൽകുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ ആ രീതിയിൽ വാക്സിൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ശരീരത്തിൽ രോഗകാരണമായ ആന്റിജനുകളെ ഉത്തേജിപ്പിച്ച് ആന്റിബോഡികൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണോ ഡോക്ടർ വ്യക്തമാക്കുന്നത്? അതുകൊണ്ട് വാക്സിൻ എന്നുള്ള പേര് നൽകരുത് എന്ന്. അതെ, ഇതിന് ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറയുന്നതാണ് അല്പം കൂടി ശരി. കാരണം ആശയക്കുഴപ്പം ഒഴിവാക്കാം. ഇനി താങ്കൾ ഈ ആന്റിബോഡികളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരാം. നമുക്ക് സമയമുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് രസകരമായിട്ട് തോന്നും, അതായത് കൗതുകപരമായിട്ട് തോന്നാം. അതായത് ഇപ്പൊ ഒരു ശരീരത്തിൽ ഒരു ട്യൂമർ ഉണ്ടാവുകയാണ്. ഈ ട്യൂമർ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാത്ത കോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില ട്യൂമറുകളിൽ നിയോ ആന്റിജനുകളുണ്ട്. അതായത് ശരീരത്തിൽ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് കാണപ്പെടാത്ത ചില തന്മാത്രകളുണ്ട്. ഈ തന്മാത്രകൾ ഏതാണ് എന്ന് ഈ ട്യൂമറിന്റെ ബയോപ്സി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം അതിൽ സൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തന്മാത്രകളെ, നിയോ ആന്റിജൻസിനെ എടുത്ത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇത്തരം ചികിത്സകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ആന്റിബോഡികളല്ല, വാസ്തവത്തിൽ ടി സെല്ലുകളാണ്. ടി ഫോർ ട്രിവാൻഡ്രത്തിന്റെ ടി ആണ്. ടി സെല്ലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ നിരയുടെ പ്രധാന പോരാളികളാണ് ഈ ടി സെല്ലുകൾ. പക്ഷെ ക്യാൻസറിന്റെ പ്രത്യേകത, ക്യാൻസർ കോശങ്ങൾ ഈ ടി സെല്ലുകളിൽ നിന്നും ഒളിച്ചിരിക്കാനുള്ള കഴിവുള്ള വളരെ സമർത്ഥമായിട്ടുള്ള കോശങ്ങളാണ് ക്യാൻസർ കോശങ്ങൾ. അപ്പൊ ഈ ഒളിച്ചിരിക്കുന്ന ക്യാൻസർ കോശങ്ങളെ കണ്ടെത്താനുള്ള കഴിവ് ശരീരത്തിലെ ടി സെല്ലുകൾക്ക് കൊടുക്കുകയാണ് ഇത്തരം ചികിത്സകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ ക്യാൻസർ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതല്ല. ക്യാൻസർ വന്ന രോഗിക്ക് ഒരുപക്ഷെ അത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അത് തിരികെ വരാതിരിക്കാനുള്ള പല ചികിത്സാ വിധികളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ പറഞ്ഞ ചികിത്സാവിധി. അത് ഗുണകരമായിട്ട് തന്നെ, ആ ചികിത്സാവിധി ഗുണകരമായിട്ട് തന്നെ വരാം ഇല്ലേ? ക്ലിനിക്കൽ പരീക്ഷണ ഘട്ടം ആവുമ്പോഴേക്കും അങ്ങനെ എത്തിയേക്കാം ഇല്ലേ? അതിലൊരു കാര്യം കൂടി, ഇതിൽ മറ്റൊരു, ഇപ്പോൾ ജേർണലുകളിൽ ഇല്ലാത്തത് കൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്, റഷ്യൻ മാധ്യമങ്ങൾ, അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിൽ പറയുന്ന 4
ഉണ്ടാക്കാത്ത, അതായത് നോൺ പത്തോജനിക് എന്നാണല്ലോ അതിനെ പറയുന്നത്, ആ നോൺ പത്തോജനിക് വൈറസ് കൂടി ഈ വാക്സിനിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അങ്ങനെ അത് ഈ ക്യാൻസർ കോശങ്ങളെ നേരിട്ട് നശിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും അതിലുണ്ട്. അത് സത്യമുള്ളതാണോ? അങ്ങനെയുള്ളതാണോ? അതെ, ഈ ചികിത്സ ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ആന്റിജൻസ് ഉണ്ടല്ലോ, ന്യൂ ആന്റിജൻസ്, തന്മാത്രകൾ. ഈ ക്യാൻസർ കോശങ്ങളിലുള്ള തന്മാത്രകൾ ക്യാൻസർ തന്നെ ശരീരത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നത്, ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ക്യാൻസർ കോശങ്ങൾ പൊട്ടുകയും ഈ തന്മാത്രകൾ ശരീരത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ തന്മാത്രകളെ തിരിച്ചറിയാനും അവയ്ക്കെതിരെ പ്രതിരോധിക്കാനും ഒരു അവസരം ഒരുക്കുകയാണ്. അങ്ങനെയാണ്, ആ രീതിയിലുള്ള ചികിത്സയാണ് ഈ എൻറ്ററോമിക്സ് കൊണ്ട് അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും സന്തോഷിക്കുന്ന ഒരു സാഹചര്യം എത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു ചികിത്സാ സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ, താങ്കൾ അതിനെ വാക്സിൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് അതൊരു ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ മതി എന്നാണല്ലോ. അതും ഗുണകരമാകും, ഇമ്മ്യൂണോ തെറാപ്പിയേക്കാൾ ഗുണകരം എന്ന രീതിയിലേക്ക് പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാമെന്ന്? തീർച്ചയായിട്ടും ക്യാൻസർ എന്നുള്ള രോഗത്തെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ, അല്ലെ നമ്മുടെ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ പല ചികിത്സാ വിധികളുണ്ട്. ഓപ്പറേഷൻ ഉണ്ട്, കീമോതെറപ്പി ഉണ്ട്, റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും പുതിയ പ്രതീക്ഷ നൽകുന്ന ഒരു ശാഖയാണ് ഇമ്മ്യൂണോതെറപ്പി. അതായത് ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഈ ശരീരത്തിന്റെ തന്നെ ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം. അതിൽ ശ്രദ്ധേയമായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത് ഡേന ഫാർബറിൽ നിന്നുള്ള ഒരു കിഡ്നി ക്യാൻസറിനെതിരെ അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ചികിത്സയാണ്. അത് mRNA അല്ല, അത് ബേസിക്കലി ഒരു പെപ്റ്റൈഡ് വാക്സിൻ ആണ്. അത് ചെയ്തിരിക്കുന്നത് കിഡ്നി ക്യാൻസർ സുഖപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ, അതായത് ഓപ്പറേഷൻ മൂലം സുഖപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ 3 വർഷം വരെ അവർക്ക് വീണ്ടും ഇത് വരാതെ സംരക്ഷിക്കാനായി എന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ചികിത്സാ സംവിധാനം തന്നെയാണ്. ഇതൊക്കെയാണ് പബ്ലിഷ്ഡ് ട്രയൽസ് എന്ന് പറയുന്നത്. മറ്റേ റഷ്യൻ വെറും ഒരു പ്രസ്താവന മാത്രമാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. തീർച്ചയായിട്ടും ഈ ദിശയിലായിരിക്കും ശാസ്ത്രം നീങ്ങുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശരി, നന്ദി ഡോക്ടർ രാജീവ് ജേതാവിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും റഷ്യ വാക്സിൻ ക്യാൻസറിനെതിരെ വികസിപ്പിച്ചെടുത്തു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ്. റഷ്യൻ ജേർണലുകളിൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ആരോഗ്യ ജേർണലുകളിൽ ഇത് വന്നിട്ടില്ല. പക്ഷേ റഷ്യയുടെ അവകാശവാദം, അതിനെ പ്രതീക്ഷയോടുകൂടി തന്നെ ലോകം കാണുകയാണ്. എൻഡോമിക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ക്ലിനിക്കൽ പരീക്ഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്.